അപ്പൊ നമ്മള് രാവിലെ ഇതില് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, ബോറ കേവ്സ്. ബൊറ കേവിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ ബസ് പഞ്ചറായേ, അപ്പൊ നമ്മള് പുറത്തിറങ്ങിയിരിക്കുവ എല്ലാരും. ഇവിടെ ഇന്നലെ വിനായക ചതുർത്ഥിയുടെ ക്ലോസിംഗ് ആയിരുന്നു കേട്ടോ. ഇന്നലെയായിരുന്നു വിനായക ചതുർത്ഥി തീരുന്ന. എന്നിട്ട് ഭയങ്കര വെടിക്കെട്ടൊക്കെ ആയിരുന്നു. എല്ലായിടത്തും പൂജയും എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടായേ. അപ്പൊ ഗുഡ് മോർണിംഗ്, എല്ലാരോടും ഗുഡ് മോർണിംഗ് പറയാൻ മറന്നു കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാരും ഓണം തകർത്ത് ആഘോഷിക്കണല്ലേ. എന്റെ ഓണം വിശാഖപട്ടണത്താട്ടോ. ഇന്നലെ ഞങ്ങൾക്ക് ഓണസദ്യയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കേരള സദ്യയുടെ അത്രയും വരില്ല, എങ്കിലും കുഴപ്പമുണ്ടായില്ല. അപ്പൊ എല്ലാരും ഇന്ന് ഓണമൊക്കെ തകർത്ത് ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല വെയിലാ പുറത്ത്, ഇവിടെ നിൽക്കാൻ വയ്യ. വിശാഖപട്ടണം സിറ്റി നല്ല രസമാണ് കേട്ടോ. മൗണ്ടൻസ് സിറ്റി നോക്കുമ്പോൾ തന്നെ മൗണ്ടൻസ് കാണാം. ഇവിടുത്തെ അമ്പലമൊക്കെ രസമാണ്, ഭയങ്കര കളറുള്ള ഗോപുരമൊക്കെ. അങ്ങനെ 10:15 കഴിഞ്ഞിട്ടോ, 10:20 ഇപ്പോഴാണ് നമുക്ക് ബസ് വന്നത്. മറ്റേ ബസ് ബ്രേക്ക് ഡൗൺ ആയി, എന്നിട്ട് അത് ശരിയാവണ്ടായില്ല. പിന്നെ വേറെ ബസ് വന്നു. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 3 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞത്. 170 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ അരക്കുവാലിയിലാണ് ഫസ്റ്റ് പോണേന്നാണ് പറഞ്ഞത്. ഈ അമ്പലം നോക്കിയാൽ എല്ലാവരും ഓണസദ്യയൊക്കെ റെഡിയായോ? She moves like a map with no borders, a whisper caught in the wind. I see her boots at the corner cafe with a notebook. పరివాడియానో మధ్యాహ్నం భారీ అన్నసంతరణ కార్యక్రమం జరగనుంది. కావున 50 మంది భక్తులు విచ్చేసి స్వామివారి ప్రసాదాన్ని స్వామివారి కృపకు పాత్రలు కావాల్సిన ఈ యొక్క కార్యక్రమానికి ഇപ്പോൾ സിറ്റിയിൽ കിട്ടിട്ട് ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഇതായിട്ട് കാട് പോലെ തന്നെ മരങ്ങളൊക്കെ ഉണ്ട്. കുരങ്ങൻ കുഞ്ഞ് കരഞ്ഞോണ്ടിരിക്കും. നമ്മള് ഫോറസ്റ്റിലേക്ക് കയറിട്ടോ. ഇയാളെ ഹോണൊക്കെ അടിക്കാൻ ഭയങ്കര, ഇവിടെ ഹോൺ അടിക്കാൻ പാടുണ്ടോ? അയ്യോ, എന്തോരം കുരങ്ങന്മാരുടെ ബസ് സ്റ്റോപ്പ് നോക്കിയാൽ, കുരങ്ങന്മാരുടെ ബസ് സ്റ്റോപ്പ്. ഞങ്ങള് ബോറ കേവ്സ് എത്തിട്ടോ. നല്ല മഴക്കാറുണ്ട്. ഞങ്ങൾ വന്നപ്പോഴേക്കും 1 മണിക്ക് ക്ലോസ് ചെയ്തിട്ടോ. ഇനി 2 മണിക്കാ തുറക്കുള്ളൂ. അപ്പൊ ഞാനിപ്പോ ടിക്കറ്റ് കൗണ്ടറിന് അങ്ങോട്ട് പോകാം. ഞങ്ങൾ ബസ്സിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം. ചിക്കൻ भैया क्या है? भाई क्या है? चिकन बिरयानी, चिकन। ओ क्या बोलते हैं इसको? नाम क्या है इसका? चिकन मैडम, बैम्बू चिकन, बैम्बू चिकन। हाँ, बैम्बू चिकन, बैम्बू बिरयानी। ओ इधर लाइव रहेगा मैडम चिकन बिरयानी। ओ
ഇത് ബാംബു ചിക്കൻ ഉണ്ടാക്കുന്ന കേട്ടോ, ബാംബു ചിക്കനും ബാംബു ബിരിയാണി ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കും. ബാംബു ബിരിയാണിക്ക് 600 റുപ്പിയാണ്. കോട നോക്കി, നല്ല തണുപ്പുണ്ട് കേട്ടോ, ഇത്തിരി ഉഷ്ണം കുറഞ്ഞ്, മൊത്തം കോടയാ. ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. ഇതാണ് ബുക്കിംഗ് കൗണ്ടർ, ഇതൊക്കെ ടിക്കറ്റ് കൗണ്ടറാണ്. പിന്നെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ബൊറ കേവ്സ്, ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ബൊറ കേവിൻ്റെ എൻട്രൻസ് അത്. മഴ തന്നെ ഉണ്ട്. 3 മണിക്ക് നമുക്ക് തിരിച്ച് ബസ്സിൽ പോണം കേട്ടോ. മൊത്തം വരങ്ങന്മാരാ. അങ്ങനെ അവള് ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ട്. മഴ തുടങ്ങി. ജാക്കറ്റ് മോതി കുന്തോ ഇല്ല. ഞങ്ങളത് വേഗം മഴ തുടങ്ങി. നോക്കട്ടെ, താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകട്ടോ. നമ്മളിവിടെ അവിടെ ഇതുണ്ട്, എന്താ സ്ട്രീം വെള്ളച്ചാട്ടം. Wow. Nomination Boracay led by Geeta Reddy, Minister of Tourism. ഇവിടെ ഒരു നന്ദിയുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, നന്ദിയാന്ന് തോന്നുന്നു. നമ്മള് കേവ്സിന്റെ അകത്തേക്ക് ഇറങ്ങും കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് കണ്ട. നമ്മുടെ ഗ്രൂപ്പുകാര് ബൊറ കേവിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നട്ടാ. നല്ല ആംബിയൻസ് ആട്ടോ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം, അടിപൊളി. മോളില് വലിയൊരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ, കാടാ പൊക്കത്ത്. അത്ര ഡീപ്പായിട്ടുള്ള കേവാട്ടോ. ഇന്ത്യയിലെ 1 ഓഫ് ഓൾഡസ്റ്റ് കേവ് ഫോർമേഷൻ ആണ് ഇത്. ഇതാ അവിടെ ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുന്നുണ്ടോ, അതിന് സ്റ്റാക്ടൈറ്റ് എന്നാട്ടോ പറയണ. അതായത് ലൈം സ്റ്റോൺ ആണിത്. ലൈം സ്റ്റോണിന് കൂടെ വെള്ളം ഒലിച്ചു വരുമ്പോഴേക്കും അതിനകത്തുനിന്ന് കാൽഷ്യം കാർബണേറ്റിന്റെ ഇത് ഫോർമാവും. അപ്പൊ അതിനാണ് ഈ സ്റ്റാക്ടൈറ്റ്. മുകളിൽ താഴേക്ക് തൂങ്ങി കിടക്കുന്നത്. അവളെ താഴേന്ന് മുകളിലേക്ക് വെള്ളമുണ്ട് ഇതേപോലെ. അപ്പൊ താഴേന്ന് മുകളിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും കൂടെ മുട്ടിയ രീതിയിലൊക്കെ നിൽക്കുക. അതിന് സ്റ്റാഗ്മൈറ്റ് എന്നാ പറയുന്നത്. കാൽഷ്യം കാർബണേറ്റ് ഫോർമേഷൻ ആട്ടോ ഇത്. ഇതൊക്കെ ലൈം സ്റ്റോൺ കേവാണ്. അപ്പം അതിൽ കൂടെ വെള്ളം ഒഴുകി ഇറങ്ങുമ്പോഴേക്കുമാണ് ഈ കാൽഷ്യം കാർബണേറ്റ് ഫോം ആവുന്നതാണ് ഈ കാണുന്ന സംഭവം. ഇപ്പൊ നമ്മള് കയറി വരുമ്പോ ഉള്ള വ്യൂ ഉണ്ട് കേട്ടോ.
ഇനിതേ താഴേക്കാ പോവാ നമ്മള്. താഴേക്ക് സ്റ്റെപ്പ് ഉണ്ട്, നമ്മളങ്ങനെ ഇറങ്ങി ഇറങ്ങി പോണ. 100 സ്റ്റെപ്പ് ഉണ്ടെന്നാ പറഞ്ഞ, അറിയില്ല. ആ വ്യൂ സൂപ്പർ ആട്ടോ. മുകളിലേക്ക്, ആ മുകളില് ഫോറസ്റ്റാ. ഇവിടെ ഉണ്ട് സ്റ്റാക്ടൈറ്റും സ്റ്റാഗ്മൈറ്റ് ഒക്കെ. അതെ, നമ്മളിപ്പോ കണ്ടത് സ്റ്റാക്ടൈറ്റ് ആണ്. സ്റ്റാഗ്മൈറ്റ് നമ്മൾ കണ്ടിട്ടില്ല. താഴേന്ന് മുകളിലോട്ടുള്ളത് അത് നോക്കാം എവിടെ ഉള്ളതെന്ന്. फोटो मैडम, फोटो। ഗുഹയുടെ മോൾ ഭാഗം നോക്കി. ഇവിടെ ആൾക്കാര് തേങ്ങ കുടച്ചിട്ടുണ്ട് കേട്ടോ. ഈ റോക്ക് ഫോർമേഷനെ ചില സ്ഥലങ്ങളിൽ പല ഷേപ്പുകൾ ഉണ്ടാവും. ചിലപ്പോ ശിവന് പാർവതിയുടെ ഷേപ്പ്, ചിലപ്പോ അമ്മയും കുട്ടിയുടെ ഷേപ്പ്, അങ്ങനെയൊക്കെ ഓരോ ഡിഫറെന്റ് ഷേപ്പിലാണ് കേട്ടോ ഇത്. അപ്പൊ ഇവിടെ അങ്ങനെ ശിവന് പാർവതിയുടെ എന്തോ ഷേപ്പിലെ റോക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാർ ഇതാ ഇവിടെ തേങ്ങയൊക്കെ ഉടച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഓമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്ര കാണാൻ പറ്റുന്നുള്ളൂ, ഇത്ര വെളിച്ചമുള്ളൂ. ഓരോ റോക്കിനും പല ഷേപ്പുകൾ ഫോം ചെയ്യുന്നവര് പറയുന്നത്. ചില മഷ്റൂം പോലെ ഉണ്ടാവും, അങ്ങനെ. ഇനിയിപ്പോ നമ്മള് താഴേക്ക് ഇറങ്ങണം. ഇതാട്ടോ താഴേക്കുള്ള സ്റ്റെപ്പ്, നല്ല സ്റ്റീപ്പാണ്. താഴ്ന്ന ആൾക്കാർ കയറി തന്നെ. ഇതുണ്ടോ, ഇതാണ് സ്റ്റാക്ടൈറ്റ്. ആ റോക്ക് കണ്ടോ, അതാണ് ശിവലിംഗം പോലത്തെ റോക്ക് എന്ന് തോന്നുന്നു. ദേ ഇവിടെ വലിയ സ്റ്റാക്ടൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഇതുണ്ടോ? ഇത് മോളിൽ നിന്നുള്ളതും താഴെ നിന്നുള്ളതും മുട്ടി നിക്കണം. ഇവിടെ കണ്ടോ, സ്റ്റാക്ടൈറ്റും സ്റ്റാഗ്മൈറ്റും ആണ്. രണ്ട് മോളിൽ നിന്ന് പറഞ്ഞ താഴെ തന്നെ മുട്ടിയിട്ട് നിൽക്കും. അവൻ താഴേക്ക് ഇറങ്ങട്ടെ. ഇപ്പുറത്ത് വേറൊരു ചെറിയ കേവുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് കയറില്ല, ഒരു പാസേജ് പോലെയാണ്ട. ഇന്നത്തെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കണ്ടേ. നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ അവർ എടുത്തു തരും. ഇതാ അതിൻ്റെ ഇതൊക്കെ വെച്ചിരുന്നു. നോ, ആൾക്കാരെ കൊണ്ട് രക്ഷയില്ലട്ടാ. ഇവിടെ വന്നിടന്ന് പോവാണ്. അയ്യോ, ഇതൊക്കെ എന്തോ ഭൂതബംഗ്ലാവിനകത്ത് കയറി പോണ പോലെ ഉണ്ട്. ഇതൊക്കെ ഇരുട്ടത്തിൽ കാണുമ്പോ പേടിയാവൂട്ടാ. ദൈവമേ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടൊക്കെ ഒന്നും കാണാൻ പോലും മേല.
മഞ്ഞ വെളിച്ചം, നീല വെളിച്ചം, പച്ച വെളിച്ചം. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടാ. ഇതാണ് ഇതിന്റെ എൻഡ്. അവിടെ ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. ഇവിടം വരെ ഉള്ളു ഇപ്പൊ എൻ്റെ. ഇവിടൊക്കെ അത്യാവശ്യം വെളിച്ചമുണ്ട് കേട്ടാ. ഇത് എത്ര ഡീപ്പായിട്ടുള്ള കേവാന്ന് നോക്കി. അപ്പൊ ഞാൻ തിരിച്ചു പോട്ടെ. 3 മണിക്ക് എൻ്റെ ബസ്സിന് മുകളിൽ കയറണം. നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ കയറി വന്നേ. ഇത് കണ്ടോ? ഞാൻ തിരിച്ച് മുകളിലെത്തിട്ടോ. അപ്പല്ലേ വിളിച്ചോ? അങ്ങനെ നമ്മളുടെ ബോറാക്ക് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞിട്ടാ. നമ്മൾ തിരിച്ചു പോവാം. ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. 2:45. അപ്പോൾ ഇനി അറക്ക് വാലി എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് അവർ പറയണം. അവിടെ എന്തോ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഹാൻഡിക്രാഫ്റ്റ് മാർക്കറ്റും. അപ്പോൾ നമ്മളിപ്പോൾ പോവാം.